ഇതിൽ ഈ ചർച്ച നരേന്ദ്രമോദിയുടെ വരവ് സംബന്ധിച്ചാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനയാണ് പ്രധാനമായും രണ്ട് ആളുകളും പരാമർശിച്ചതെന്നുള്ളതുകൊണ്ട് അതിനെ സംബന്ധിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. കേരളത്തിൻ്റെ വരുമാനം കഴിഞ്ഞ 25 കൊല്ലക്കാലം പരിശോധിക്കുമ്പോൾ ഓരോ 5 വർഷം കൂടുമ്പോഴും ഏതാണ്ട് വർദ്ധിക്കുന്നത് 110%. സ്വാഭാവികമായിട്ടും കടവും അത്രയും വർദ്ധിക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് പുതിയ അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് കടം വാങ്ങുന്നതിൽ തെറ്റില്ല എന്നാണ്. അതിൽ BJPയുടെയും കോൺഗ്രസിൻ്റെയും നിലപാടല്ല ഞങ്ങൾക്ക്. പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി കടം വാങ്ങുന്നത് സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് മാത്രമേ സഹായിക്കൂ. പിന്നെ ഇന്ത്യ ഗവൺമെൻറ്റിനേക്കാൾ മെച്ചപ്പെട്ട നിലക്കുള്ള വികസന മുന്നേറ്റം ഈ കേരളത്തിലാണ് എന്നുള്ളത് കേന്ദ്ര ബജറ്റിനകത്തുണ്ട്. പിന്നെ കടം ഇവിടെ പറഞ്ഞ പോലെയല്ല. ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ചിരിക്കുന്ന ബജറ്റിനകത്ത് 60% കടമാണ്. കടം അവിടെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഈ ഫിസ്ക്കൽ ആക്ടിനെ പറ്റി അദ്ദേഹം പറഞ്ഞത് ശരിയല്ല. ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആക്റ്റാണ്. ആ ആക്ടിനകത്ത് ഇത്ര ശതമാനമേ കടമെടുക്കാവൂന്ന് പറഞ്ഞിട്ടില്ല. അത് എടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കാമെന്നുള്ളതാണ്. അത് വർദ്ധിപ്പിച്ച് വരുന്നു. ഇപ്രാവശ്യം ഇവിടെ നിർമ്മല സീതാരാമൻ 3.5% വർദ്ധിപ്പിച്ചു. മറ്റൊരു കണ്ടീഷൻ വെച്ചു. ബജറ്റ് എന്താ കണ്ടീഷൻ? ഈ ഇലക്ട്രിസിറ്റി ബോർഡുകളെ സ്വകാര്യവൽക്കരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രമേ 3.5 പറ്റൂ. എന്തിനു വേണ്ടിയാ? കേരളം KSEBയെ സ്വകാര്യവൽക്കരിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ആ കണ്ടീഷൻ വെച്ചതാണ്. ഇവിടെ ശത്രുതാപരമായിട്ട് കേരളത്തോട് പെരുമാറുന്നു എന്നുള്ളതിൽ ആർക്കാ സംശയം? നിങ്ങൾ കാണാൻ വേണ്ടിയാണ് ഇവിടെ കേരളത്തിന് തരാനുള്ള സംഖ്യ തരുന്നില്ലെന്ന് മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ബജറ്റിന് പുറത്തുള്ള ബജറ്റേതര കടം ഔദ്യോഗിക കടമാണ് പ്രഖ്യാപിച്ച ഒരൊറ്റ സ്റ്റേറ്റിന്റെ പേര് പറയട്ടെ? ഒരു സ്റ്റേറ്റും ഇല്ലല്ലോ. ഇവിടെ ബജറ്റേതര കടം കേരള ബാങ്ക്, അതുപോലെ തന്നെ നമ്മുടെ ക്ഷേമ കോർപ്പറേഷനുകൾ, അതുപോലെ സംസ്ഥാന ഗവൺമെന്റിനുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ, അവരിൽ നിന്ന് കടമെടുക്കുന്നത് കടത്തിൽപ്പെടുത്തുമെന്ന് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും പറയുന്നില്ലല്ലോ. നിർമ്മല സീതാരാമൻ അയച്ചിരിക്കുന്ന കത്തിൽ കേരളത്തിന് മാത്രമല്ലേ അങ്ങനെ നിരയുള്ളൂ. അത് ശത്രുതാപരമായിട്ട് കാര്യമല്ലെങ്കിൽ മറ്റെന്താണ്? ഇവിടെ ധനകാര്യ പ്രശ്നം തീരാൻ വേണ്ടി പോകുന്നു. കേന്ദ്ര പദ്ധതികൾക്ക് ഏതാണ്ട് 6000 കോടി തരാൻ ബാക്കിയുണ്ടല്ലോ. 57,400 കോടി രൂപ കഴിഞ്ഞ കൊല്ലമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന് കുറവാണ്. നേരത്തെ കൊടുത്തു വന്നത് 3.8%, ഇപ്പോൾ 1.9 കുറച്ചിരിക്കുന്നു. ഇതൊന്നും കേരളത്തിൽ കുറച്ചതേ അല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കേരളത്തോട് ശത്രുതയുണ്ടെന്ന് മാത്രമേ. ഇതൊന്നും പറയാൻ പാർട്ടിയാണ് മാധവന്റെ പാർട്ടി. നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് പറയാനുള്ള എഴുതി വെക്കേ. എനിക്കതിനുള്ള സംശയം, ഇപ്പൊ ഈ ധനകമ്മീഷൻ അവാർഡിന്റെ കാര്യമൊക്കെ താങ്കൾ പറഞ്ഞല്ലോ. അപ്പോ ഇത് ഇപ്പൊ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ എന്നാ പിന്നെ ഈ കേരളത്തെ നശിപ്പിച്ചേക്കാം എന്ന് കരുതി കേരളത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ മാനദണ്ഡം അനുസരിച്ച് കേരളത്തിന് മാത്രമായി കുറയ്ക്കുന്ന കാര്യമല്ലല്ലോ. ഇപ്പോൾ ഈ ധനകമ്മീഷൻ അവാർഡ് അത് ഓരോ സംസ്ഥാനങ്ങൾക്കും അക്കാര്യത്തിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ധനകമ്മീഷൻ അവാർഡിന്റെ സമയത്ത് BJP ഭരിച്ചുകൊണ്ടിരുന്ന കർണാടകയുടെ ഇതൊക്കെ കേരളത്തോട് മാത്രമുള്ള വിവേചനം എന്ന് എങ്ങനെ പറയും? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നേരത്തെ ഈ ധനകമ്മീഷനാണല്ലോ, ഫിനാൻസ് കമ്മീഷനാണ് ഈ പറയുന്ന ഈ പൂൾഡ് സമ്പത്ത് എങ്ങനെ വീതിക്കണം തീരുമാനിക്കുന്നത്. നേരത്തെയുള്ള അതിനുള്ള കണ്ടീഷൻസ് നരേന്ദ്രമോദി വന്നപ്പോൾ മാറ്റിയല്ലോ. എന്തിനു വേണ്ടിയാ? അതിനൊരു നിശ്ചയ ശതമാനം കേന്ദ്രത്തിന് ഇഷ്ടംപോലെ കൊടുക്കാൻ വേണ്ടി പറ്റാവുന്ന രൂപത്തിൽ തീരുമാനമെടുത്തല്ലോ. എന്തിനു വേണ്ടിയാ? നേരത്തെ ഫിനാൻസ് കമ്മീഷന്റെ നിയമത്തിനകത്തുണ്ടോ? ഫിനാൻസ് കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് മാറ്റിയിരിക്കുന്നു നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്ത് വന്ന് 2 കൊല്ലക്കാലം കഴിയുമ്പോൾ. അങ്ങനെയാണ് ഇഷ്ടമുള്ള സ്റ്റേറ്റുകൾക്ക് ഇഷ്ടം പോലെ, ഇഷ്ടമില്ലാത്ത സ്റ്റേറ്റുകൾക്ക് കൊടുക്കേണ്ടതില്ല തീരുമാനിക്കുന്നത്. അങ്ങനെയാണ്. അല്ലാതെ നേരത്തെ ഫിനാൻസ് കമ്മീഷൻ ടേംസ് ഓഫ് റെഫറൻസ് ആണോ നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുന്നത്? അല്ലല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, ആസൂത്രണ ബോർഡ്, നേരത്തെ ആസൂത്രണ ബോർഡ് ഉണ്ടായിരുന്ന അവിടെ ചർച്ച ചെയ്തിട്ടല്ലേ കാര്യങ്ങൾ കൊടുക്കുക? ഇപ്പോഴാരെ ചർച്ച ചെയ്യുന്ന ആസൂത്രണ ബോർഡ് ഇല്ലല്ലോ. പകരം പ്രധാനമന്ത്രി ചെയർമാനുള്ള നിതി ആയോഗ്, അവരല്ലേ ഇന്ത്യയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇപ്പൊ സ്റ്റേറ്റുകൾക്ക് നിതി ആയോഗിന്റെ ഘടകമുണ്ടോ? ഇല്ലല്ലോ. അതെല്ലാം പിരിച്ചുവിട്ടല്ലോ. അപ്പൊ ഇതൊന്നും കാണാതെ നരേന്ദ്രമോദി ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്ന ഈ അധികാരമാകത്തിന്റെ കയ്യിലേക്ക് എടുക്കുന്ന കാര്യങ്ങൾ കാണാതെ വെറും ഈ പൊതുകാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തെ ശത്രുതാപരമായി കാണുന്നതിന് വേണ്ടി മാത്രമാണ് ഇവിടെ കേരളത്തിന്റെ ബജറ്റേതര കടത്തിൽപ്പെടുത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്റ്റേറ്റിനോട് പറഞ്ഞില്ലല്ലോ. ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റുകളും NHന് സ്ഥലം എടുക്കാൻ പൈസ കൊടുക്കാത്തപ്പോ 25% കേരളം കൊടുക്കണമെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് അല്ലേ? ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? കേരളത്തോട് ശത്രുത അല്ലെങ്കിൽ മറ്റെന്താണ്? കേരളത്തിലെ പദ്ധതികളെല്ലാം തന്നെ അവിടെ പരണത്ത് വെക്കുന്നു, ഒന്നിനും അംഗീകാരം കൊടുക്കുന്നില്ല. അത് കേരളത്തിലുള്ള ശത്രുത അല്ലെങ്കിൽ മറ്റെന്താണ്? തരാമെന്ന് പറഞ്ഞ വാഗ്ദാനം ഒന്നിനും നടപ്പാക്കുന്നില്ല, ശത്രുത അല്ലെങ്കിൽ മറ്റെന്താണ്? അതാണ് പറഞ്ഞത് കേരളത്തോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുകയാണ്. ശരി. നേട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും നമ്മൾ ഇന്നലെയാണല്ലോ നമ്മുടെ ഈ വ്യവസായ മേഖലയിലുള്ള റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ മന്ത്രി പ്രഖ്യാപിച്ചല്ലോ. ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു കേരളം. ഏത് രംഗത്താണ് കേരളം പുറകോട്ട് നിൽക്കുന്നത്?
ഈ കഴിഞ്ഞൊരു കൊല്ലക്കാലം പരിശോധിക്കുമ്പോൾ 20-ലേറെ അവാർഡുകളാണ് കേരളത്തിൽ. അഭിലാഷേ, ഒരു കാര്യം പറയാം. കേന്ദ്ര ഗവൺമെന്റ് വന്നിരിക്കുന്നത് ആ ഒരു മാന്യത ഈ കേരളത്തോട് കാണിക്കണ്ടേ? ശരി. പണം അനുവദിക്കുന്ന കാര്യത്തിൽ കേരളത്തോട് ആ ഒരു മാന്യത കാണിക്കണ്ടേ? പദ്ധതികളുടെ കാര്യത്തിൽ ആ ഒരു മാന്യത കാണിക്കണ്ടേ? പകരം ശത്രുതാപരമായിട്ട് പെരുമാറുന്നു. കേരളത്തിലെ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ വേണ്ടി കഴിയും അതെല്ലാം ചെയ്യുന്നു. ശരി. കേരളത്തിലെ മുഖ്യമന്ത്രി അവമാനിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഏജൻസികൾ ആകെ ഉപയോഗിക്കുന്നു. ഇതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഇത് പറയാനുള്ള നാവ് വേണ്ടത് പഴകുളം മധുവിന്റെ പാർട്ടിക്കാണ്. അവര് BJP-യുടെ പിന്നെ മറുഭാഗമാണല്ലോ. ശരി. ഒരേ തൂവൽ പക്ഷികളായിട്ടാണല്ലോ അവർ നിൽക്കുന്നത്. കേരളത്തെ ആക്രമിക്കാൻ BJP, അതിനെ സഹായിക്കാൻ കോൺഗ്രസ്. അതല്ലേ നിലപാട്? ശരി. ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ശരി, ഓക്കെ.